ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, 2 സാമുവേൽ 11 അധ്യായം 14-15 വാക്യങ്ങൾ. ദാവീദ് ഉറിയായുടെ കൈവശം യോബാബിനൊരു കുറുമാനം കത്ത് കൊടുത്തയച്ചു. അതിലിങ്ങനെ എഴുതി: ഈ ഉഗ്രയുദ്ധം നടത്തുന്നിടത്ത് ഉറിയായെ നിർത്തുക. പിന്നീട് അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ട് നിങ്ങൾ പിൻവാങ്ങുക. നമ്മൾ ഒരാളെ ഒരുപക്ഷെ നേരിട്ട് കൊന്നിട്ടില്ല. ഞാനങ്ങ് ഒരിക്കലും ഒരാളെയും കൊന്നിട്ടില്ല. പക്ഷെ എത്രയോ പേരെ വളഞ്ഞ വഴിക്ക് ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത കൊലപാതകങ്ങളും ഹീനകൃത്യങ്ങളും മുഴുവനും വളഞ്ഞ വഴിക്ക്. ഈ കാലഘട്ടത്തിന്റെ മുഴുവൻ തിന്മ വളഞ്ഞ വഴിക്ക. നേരിട്ടൊന്നും ചെയ്തില്ല. നേരിട്ട് ഉറിയായിക്ക് വീഞ്ഞു കൊടുത്തു, ആഹാരം കൊടുത്തു, അവന് ആശ്വാസം കൊടുത്തു. എന്നാൽ ദാവീദ് വളഞ്ഞ വഴിക്ക് ഒരു കുറിമാനം അവൻ്റെ തന്നെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു: യോവാബേ, ഉഗ്രയുദ്ധം നടത്തുന്നിടത്ത് ഉറിയായെ നിർത്തണം. എന്നിട്ട് നിങ്ങൾ വളരെ ഉഡായിപ്പ് കാണിച്ച് പിൻവാങ്ങണം. അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ മാത്രം മുന്നിൽ നിർത്തണം. വളഞ്ഞ് ചുറ്റി നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. ചില ഉഡായിപ്പുകൾ കാണിച്ച് മനുഷ്യനെ പെടുത്തിയിട്ടുണ്ട്. ചോദിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ അവൻ വെട്ടേറ്റ് മരിച്ചത് ആരുടെ കുറ്റം? അവന് കിട്ടിയ ശിക്ഷ, യുദ്ധത്തിന്റെ ന്യായമായ ശിക്ഷ. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് ഒരായുഷ്കാലം മുഴുവൻ മനുഷ്യന് മനസ്സിലാകണമെന്നില്ല. വളഞ്ഞ വഴിക്ക് മനുഷ്യനെ കടന്നാക്രമിക്കുന്ന, ഒരുക്കുന്ന മനസ്സിൽ നിന്നും നാം എന്ന് മോചനം പ്രാപിക്കുന്നോ അന്ന് വചനം നമ്മളിൽ പൂത്തുലയാൻ തുടങ്ങും. എല്ലാ വളഞ്ഞ വഴികളും, പ്രത്യേകിച്ച് മനുഷ്യരെയും സഹോദരങ്ങളെയും കടന്നാക്രമിക്കാൻ ഭയപ്പെട്ടിട്ട് വളഞ്ഞ വഴി തേടുന്ന, കുരുട്ടു വഴി തേടുന്ന, കുറുക്കു വഴി തേടുന്ന മനസ്സിന്റെ എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചാൽ നീ മഹാത്ഭുതം കാണും. ആമേൻ.